ഇതുപോലെ നിങ്ങളുടെ ചലിക്കുന്ന ഫോട്ടോ നിർമ്മിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ ഏതാണെന്ന് വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തിയ ശേഷം താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു ഫോട്ടോ അവൈലബിൾ ആണ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് മൂവ് ചെയ്യുന്നതായിട്ട്. ഇത് നമ്മൾ മൊബൈൽ എങ്ങനെയൊക്കെ അനക്കുന്നു അതുപോലെ ഇത് മൂവ് ചെയ്യും. ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റിലേക്കും വലത് സൈഡിലേക്ക് തിരിച്ചാൽ വലത് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ നമ്മൾ മുകളിലുള്ള ഈ സ്മൈലി ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്താൽ മൂവ് ചെയ്യും. താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പിഞ്ച് ചെയ്യുന്നോ അവിടെയൊക്കെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഇത് മൂവ് ചെയ്യിക്കാൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിന് ബാക്കോട്ട് പോവാം. എന്നിട്ട് ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം, പ്ലസ് ഐക്കണും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടി 3 ഡോട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്നും ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ക്യാമറ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഗാലറിയിൽ നിന്നാണ് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഗാലറി ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും ഗാലറിയിൽ നിന്നും ലാലേട്ടൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. എത്ര ഭാഗമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് അത്രയും ക്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നിങ്ങൾക്ക് ആരോ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ മുകളിലുള്ള സ്മൈൽ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, ഹെഡ് മൂവ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിങ്ങൾ ടച്ച് ആ ഭാഗങ്ങളെല്ലാം മൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ ഇത് മൂവ് ചെയ്യും, വലത് സൈഡിലേക്ക് മൂവ് ചെയ്താൽ മൂവ് ചെയ്യും. പിന്നീട് നിങ്ങൾക്കിത് ഷെയർ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ GIF ആയിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ അടിച്ചിട്ട് സേവ് ചെയ്യാം. നിങ്ങൾക്കിത് വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കാനോ ഫേസ്ബുക്കിലേക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്ത് കൂടുതൽ ലൈക്ക് നേടാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റിൽ അടിച്ചിട്ട് ഇവിടെ പിന്നൊരു ഓപ്ഷൻ വരും താഴെ. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് സേവ് ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്ക് ഇത് റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ താഴോട്ടേക്കുള്ള മൂവിങ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ റൗണ്ട് ടൈപ്പാണോ, ഏത് ടൈപ്പാണ് വേണ്ടത് താഴെ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ ബട്ടൺ അടിച്ചു കൊടുക്കാം മുകളിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓക്കെ ബട്ടൺ അടിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേര് ജെലിഫൈ ലിവിങ് ഫോട്ടോസ് എന്നാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് പുത്തൻ അറിവുകൾ നേടാം. താങ്ക് യു.